കഷ്ടം. കുടുംബത്തെ ആർക്കെങ്കിലും ഒരു തുമ്മലുണ്ടായി അപ്പ വിളിച്ചു പറയും, അഴകേശ ഈ എവിടെ? ഇപ്പഴാ ഓരോന്ന് കുരുത്തക്കട ഒപ്പിച്ച് വെച്ചിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ആങ്ങളുണ്ട് ഒരു അമ്മാവുണ്ട് എന്നുള്ള ചിന്ത വന്നത് ഇല്ലേ? ഞാൻ അത്ര അങ്ങോട്ട് കടന്ന് ചിന്തിച്ചില്ല. ഈ 2 ദിവസം കഴിയുമ്പോൾ അവൾ അപ്പുറത്തുണ്ടല്ലോ, ഇങ്ങോട്ട് കയറി വരും. അതല്ലെങ്കിൽ അവൻ പോയി വിളിച്ചോണ്ട് വരുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ക്ലീറ്റസും അവരൊക്കെ ഇല്ലേ, അവരെല്ലാരും കൂടെ പൊതിച്ച് നേരെ. ഞാനും വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചത് ഒരു ദിവസം കൊണ്ടൊക്കെ തിരിച്ചു വരുന്നു. പക്ഷെ ഇതിപ്പോ ദിവസം 2 ദിവസമായി. എനിക്കും പറഞ്ഞ പോലെ അവിടെ ഒരു ഉപദേശിച്ചപ്പോ എന്തായി? വക്കീൽ നോട്ടീസ് വരെ എത്തിച്ചില്ലേ? ഇതന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമല്ല കുറ്റക്കാരെന്നുള്ള മനസ്സിലായല്ലോ. ഇവള് ഇറങ്ങിപ്പോയി, അമ്മ എന്ന് വിളിച്ച്. എന്താ അവൾക്ക് വന്നു കഴിഞ്ഞാല് അവളെ കല്യാണം കഴിച്ചു കൊടുത്ത് നീയല്ലേ കെട്ടിക്കൊടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അവളുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ. ആ റൂമിൽ ഈ വീടിന്റെ തന്നെ മറ്റേ മുറിയിൽ പോയിരിക്കില്ലേ? അല്ലേ? അപ്പൊ ആലോചിച്ചോടാ അവൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവള് കെട്ടും കിടക്കെടുത്ത് അവളുടെ വീട്ടിൽ പോയില്ലേ? നീ വിളിക്കുന്ന കരുതിയിട്ടില്ല ആ പാവ അവിടെ ഇരുന്ന്. അമ്മ അവരൊന്നും മിണ്ടായിട്ടിരുന്നേ. അമ്മ ചെന്ന് വിളിച്ച ആൾക്ക് വന്നൂടെ? അമ്മ ഇവിടുത്തെ ആരാ? ഞാൻ പോയി വിളിച്ചുകൊണ്ടുവന്ന യവൻ ഇനി എന്തായിരിക്കും പ്രതികരിക്കുന്ന അറിയാത്തോണ്ട് ആ പാവം പേടിച്ചു. ഒന്നല്ല, അവളുടെ അഹങ്കാരം അത് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും. എടാ, ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാനുമ്പ് കളിയാ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തിട്ട് വേണം ജീവിക്കാൻ. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ചെയ്യണ പണിയായത്. അളിയാ വേറൊരു കാര്യമുണ്ട്. അളിയ ഇപ്പൊ ചാടിക്കേറി വക്കീൽ നോട്ടീസ് അയച്ചത് ഒരു ഭയങ്കര മണ്ടത്തരമായി പോയി കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ അളി അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങാതിരിക്കേണ്ട അവസ്ഥ വരൂലേ? ഈ അങ്ങനെയാണ് എന്റെ അടുത്ത് കാണിക്കണത്. ഞാൻ പക്ഷെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണില്ലേ? നിനക്ക് പറ്റുമായിരിക്കും, എനിക്ക് അതിനുള്ള ഈ അഡ്ജസ്റ്റ് ചെയ്തു. നിനക്ക് പണി തരൊന്നുമില്ല. അവന് സർക്കാർ ജോലി ഉണ്ട്, അതിന്റെ അഹങ്കാരം കാണിക്കുന്നത്. ഈ കാര്യം അവൾ അറിയുമ്പം അവള് വല്ല ഇറങ്ങിപ്പോയി വല്ല മേടും കാണിച്ച ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒന്നാമത് ജീവിതത്തിൽ ഈ വക്കീൽ നോട്ടീസൊക്കെ അയക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ അനക്കൊന്നല്ലെങ്കിൽ അമ്മോട് ചിന്തിച്ചൂടെ? വേണ്ട, എന്നോടൊന്ന് ആലോചിച്ചോ. അല്ലെങ്കിൽ അളി എന്ന് പറഞ്ഞു ഞാൻ ഒരുത്തൻ അവിടെ ഉണ്ട്, എന്നോട് പോലും ഒന്നും ആലോചിച്ചില്ല മാവാൻ. ഒന്നാമത് ഇത് നിന്റെ തീരുമാനമല്ല. നീ ഇത്ര ഒരു കാര്യം തീരുമാനിക്കില്ല. ഇത് ഇവന്റെ ഈ വൃത്തികെട്ട കൂട്ടുകെട്ടില്ലേ, അതിലെ ഏതോ ഒരുത്തൻ പറഞ്ഞു പറ്റിച്ചിട്ട് ചെയ്താണ്. അതായിരിക്കും. ഇതിപ്പോ ആരെ ബുദ്ധിയായാലും ഇത് ശരി അതിബുദ്ധിയായി പോയി കേട്ടോ. ഒന്നാമത് അവന്റെ കൂട്ടുകെട്ട് ശരിയില്ല. ഇത് ഫാസിൽ തന്നെ അല്ലാതെ ആയിരിക്കും. ഫാസിലൊന്നുമില്ല. ഫാസിൽ അല്ലെങ്കിൽ പിന്നെ കുടുംബത്ത് പറക്കാത്തവൻ, കുടുംബ സ്നേഹം ഇല്ലാത്ത ഏതോ ഒരു നികൃഷ്ട ജീവി, വൃത്തികെട്ടവൻ, അവനതിന്റെ പിന്നിൽ. അത് അമ്മാവൻ പറഞ്ഞത് ശരി. അങ്ങനെയുള്ള ആരോ തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലുള്ളത്. പിന്നല്ലാതെ എടുത്തയാടി ഓരോന്ന് ചെയ്തിട്ട് എനിക്കതല്ല. ആ പാവത്തിന്റെ പേരിൽ വല്ല കടുങ്കൈ ചെയ്ത് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? എന്തെന്ന് ഞാൻ പറഞ്ഞു മടുത്തു. എന്താ കുട്ടി ചെയ്യണേ? എന്ത് ചെയ്യണ എനിക്കറിയില്ല. എന്റെ പൊന്നു മോനെ ഒന്ന് പോയി വിളിക്കടാ. എന്താ അവള് പറയണത്? പറ. എന്ത് പറയാൻ, അവക്കും വാശി. അടകട്ടെ. അയ്യോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇത്രേ ഉള്ളൂ. ദൈവത്തെ ഒന്നും പറയല്ലേ. ഞാൻ എന്താണ് എല്ലാം കഴിഞ്ഞ് ഇനി അവളിഞ്ഞ് വരും, എല്ലാം വരും. പ്ലീറ്റയുടെ ബുദ്ധി എങ്ങനെയുണ്ട്? എന്ത് ഓടാവുന്ന? നീ അവിടെ പോയിട്ട് അവന്മാട് പറഞ്ഞിട്ട് അവള് കേട്ടില്ലല്ലോ. അവൾക്ക് സ്വയം മനസ്സ് തോന്നി അവള് വന്നു. അത് പറഞ്ഞു കൊടുക്കാം. അവിടെ ഇരിക്കും പറയാ. ഈ വക്കീൽ നോട്ടീസ് യഥാർത്ഥ വക്കീൽ നോട്ടീസ് ആണെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കണേ? അത് ഡ്യൂപ്ലിക്കേറ്റ്. എന്താ പറയണ ഒന്നും മനസ്സിലാവണില്ലല്ലോ. എന്റെ അമ്മാവാ, ഞാൻ ഇവനോട് നല്ല പോലെ സംസാരിച്ചു, ഇവൻ അടുക്കുന്നില്ല. ആ പെങ്കൊച്ചിനോട് ഞാൻ സംസാരിച്ചു, അതും അടുക്കുന്നില്ല. ഇവരെ തമ്മിൽ എങ്ങനെയെങ്കിലും അടുപ്പിക്കണമല്ലോ. അപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുണ്ടായ ബുദ്ധി ഞാനിവിടെ പ്രയോഗിച്ചു, അത്രേ ഉള്ളൂ. എന്റെ ജീവിതാനുഭവം അത് പിന്നെ ഞാനും ഇവളും കൂടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടുമ്പോൾ അപ്പോഴേക്കും എടുത്തടിച്ച പോലെ എന്താ പറയണത്, വക്കീൽ നോട്ടീസ് അയക്കും, ബന്ധം ഒഴിയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോഴേക്കും അങ്ങ് തണുക്കും. അല്ല, ഞാൻ തണുക്കുവേ. പിന്നെ ഇവിടെ എന്നെ ഡൈവേഴ്സ് ചെയ്താൽ പിന്നെ തീർന്നില്ല എൻ്റെ കാര്യം. അപ്പൊ ആ നമ്പർ ഞാൻ പറഞ്ഞ ആളിയാ നമുക്ക് ഇവിടെ ഒന്ന് പ്രയോഗിക്കാന്ന്. അപ്പൊ യവനെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കുമ്പോ അവള് തണുക്കൂലേ? ഇപ്പൊ തണുത്തുണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. മതി കരഞ്ഞത്, കണ്ണ് തുടക്കിനി. ചുമ്മാ കണ്ണൊടിച്ചേ. അതൊക്കെ ഉണ്ടാവും. പിന്നല്ലാണ്ട് ഞാനിവിടെ വന്നിട്ട് ഇത്രയും വർഷമായി. സ്വന്തം വീട് പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മേനെ
എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. അറിയാതെ ഏട്ടന്റെ ഇഷ്ടത്തിന് മാറണമെന്ന് ഞാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റിയുള്ളൂ. നാത്തൂനോട് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്താ എന്താ മോനെ, അതിനിപ്പോ ആരാ നിന്നോട് ഇവിടെ പിണങ്ങിയിരിക്കണേ? കണ്ണു തടച്ചേ മതി. അമ്മ ഏട്ടൻ ആഗ്രഹിക്കുന്ന പോലെ ആവാനൊന്നും എനിക്ക് പറ്റൂല. ഏട്ടന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ആരാ പറഞ്ഞ അതൊക്കെ? ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താണ് അത്രേ ഉള്ളൂ ഇല്ല ഇതൊക്കെ? മോനെ. ഓട്ട് സാരമില്ല, നീ വന്നല്ലേ അമ്മാവനോടും ഞാൻ എപ്പോഴെങ്കിലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, വെറുതെ അമ്മാവനെ സങ്കടപ്പെടുത്തരുത്. എനിക്കൊരു മോളുണ്ടെങ്കിൽ ഞാനല്ല അവനെ കൊണ്ട് കെട്ടിക്കാം. അങ്ങനെയല്ല എന്നെ നോക്കി. അവളെ ഇച്ചിരി വിഷമങ്ങൾ പറഞ്ഞു ഇവനെ തീർക്കട്ടെ. ഒന്നുമില്ല അമ്മ. വെറുതെ കുട്ടികളെ ഓരോന്ന് പറഞ്ഞിട്ട് അവന്റെ അവളുടെ ഉള്ളിൽ ചെറിയ വിഷമങ്ങളൊക്കെ പറയട്ടെ. ഒന്നുമില്ല മോളെ. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ യോജിച്ചു പോവില്ലല്ലോ. എവിടെ ഒപ്പിടണ്ടേന്ന് പറഞ്ഞാ മതി, ഞാൻ ഒപ്പിടാം. എന്നെ വേണ്ടാത്തവര് എനിക്കും വേണ്ട, അത്രേ ഉള്ളൂ. അളിയാ